ഹായ് ഡിയേഴ്സ്, നിങ്ങൾക്ക് വേണ്ടി രാപ്പകലുകളില്ലാതെ ഓരോ ക്ലാസ്സുകളും നൽകുന്ന സൈലം നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടാൻ തന്നെയാണ് ഓരോ ക്ലാസ്സുകളും ഓരോ നിമിഷങ്ങളും നിങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. സോ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാമിന് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്ന ക്ലാസ്സുകൾ മാത്രമാണ് സൈലം തന്നിരിക്കുന്നത്. ഓരോ ചോദ്യങ്ങൾ നിങ്ങൾ റിവൈസ് ചെയ്യുക. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പല കുട്ടികൾക്കും ബുദ്ധിമുട്ടുള്ള ന്യൂ നമ്പേഴ്സ് അഥവാ പുതിയ സംഖ്യകൾ എന്ന് പറയുന്ന ആ ചാപ്റ്ററിലെ ഒരു പ്രധാനപ്പെട്ട 2-3 മോഡൽ ചോദ്യങ്ങളാണ്. ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങളൊന്ന് പഠിച്ചു വെച്ച് പോവുക. ഈ രാവിലെയും നിങ്ങൾക്ക് വീഡിയോ ഇടാനുള്ള കാരണം ഈ സമയത്ത് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ ഒരുപാട് ഉപകാരം കിട്ടും, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ചൊന്ന് കേൾക്കുക കേട്ടോ മക്കളെ. നമുക്കറിയാം ന്യൂ നമ്പേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആകെ 2 കാര്യങ്ങളാണ് നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. ഒന്ന് √2 വിലയും ഒന്ന് √3 വിലയും. ആ 2 കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ചോദ്യം വരുന്നത്. സോ നമുക്ക് ഏറ്റവും ആദ്യത്തെ ചോദ്യത്തിലേക്ക് അടക്കാം. ഒരു പക്ഷേ നിങ്ങൾക്ക് അത്ര ഫെമിലിയർ അല്ലാത്തൊരു ചോദ്യമായിരിക്കും ഇത്, പക്ഷെ ഒരിക്കൽ എക്സാമിന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ രീതിയിൽ ചോദ്യം വന്നാൽ നിങ്ങൾ സ്റ്റെക്ക് ആകാൻ പാടില്ല. മക്കളെ ശ്രദ്ധിച്ചോളൂ. ഒരു ചിത്രത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഇൻ ട്രയാങ്കിൾ ABC, BP ഈസ് പെർപെൻഡിക്കുലർ ടു ദി സൈഡ് AC. ഒരു ത്രികോണം ABC ഉണ്ട്. ആ ABC എന്ന് പറയുന്ന ത്രികോണത്തിൽ BP എന്ന് പറയുന്ന ഈ വര, ഈ AB എന്ന് പറയുന്ന ABC ആണ് കേട്ടോ, ABC ഈ വരക്ക് പെർപെൻഡിക്കുലർ ആണ്, അഥവാ കുത്തനെയാണ്. എന്നിട്ട് നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആംഗിൾ A 60 ഡിഗ്രി ആണ്, ആംഗിൾ C 45 ഡിഗ്രി ആണ്, AB നീളം 6 ആണ്. AB നീളം 6 ആണ്. അങ്ങനെയാണെങ്കിൽ 3 ചോദ്യങ്ങളാണുള്ളത്. AP നീളം എത്ര? AP നീളം എത്ര? രണ്ടാമത്തെ ചോദ്യം BP നീളം എത്ര? BP നീളം എത്ര? മൂന്നാമത്തെ ചോദ്യം ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ABC എന്ന് പറഞ്ഞ ത്രികോണത്തിന്റെ പരപ്പളവ് കാണുക. നാലാമത്തെ ചോദ്യം ഇതിന്റെ ചുറ്റളവ് കാണുക. എനിക്ക് പറയാനുള്ളത് ഇതൊരു ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. പല ആളുകൾക്കും ഇനി ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ, ഈ ചോദ്യം മനസ്സിലാവാത്ത പ്രശ്നം ഉണ്ടെങ്കിൽ അവർ കഷ്ടപ്പെട്ടത് കാണണമെന്നില്ല. അല്ലാത്ത കുട്ടികൾ ഒന്ന് മനസ്സിലാക്കാൻ ജസ്റ്റ് ഒന്ന് കണ്ടുവെച്ച് പോവുക. ചിലപ്പോൾ വന്നാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. സോ ഈ ഒരു മോഡൽ ചിത്രം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. 30 ഡിഗ്രിയും 60 ഡിഗ്രിയും 45 ഡിഗ്രിയും വെച്ചൊരു ചോദ്യം. ഒരു പണിയില്ല മക്കൾ, ഇതാ നിങ്ങൾ ഇത്രയേ പഠിക്കേണ്ടുള്ളൂ. 30:60:90 ആണ് ഒരു ത്രികോണം, ഒരു ട്രയാങ്കിളിന്റെ റേഷ്യോ എങ്കിൽ, 30:60:90 ആണ് റേഷ്യോ എങ്കിൽ അതിന്റെ വശങ്ങളുടെ അംശബന്ധം എന്ന് പറയുന്നത് 1:√3:2 ആയിരിക്കും. നന്നായിട്ട് ശ്രദ്ധിക്കുക. 30 ഇത് 60 ആണ്, ഇത് 90 ആണെന്ന് നമുക്കറിയാം. അപ്പം ഇതിന്റെ ആംഗിൾ വരുന്നത് 30 ആണ്. ഒരു ട്രയാങ്കിളിന്റെ റേഷ്യോ അഥവാ കോണുകളുടെ അംശബന്ധം എന്ന് പറയുന്നത് 30:60:90 ആണെങ്കിൽ അതിന്റെ വശങ്ങൾ എന്ന് പറയുന്നത് 1:√3:2 എന്ന അംശബന്ധത്തിലായിരിക്കും. അതായത് ഇവിടെ ഇപ്പൊ 3 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ 3√3 സെന്റിമീറ്റർ ആയിരിക്കും. ഇവിടെ എത്രയാണോ വരുന്നത് അതിന്റെ അതേ മടങ്ങ് √3. അപ്പം ഇവിടെ 1 ആണെങ്കിൽ അതിന്റെ ഇരട്ടിയാണ് ഇവിടെ വരിക. 1ന്റെ ഇരട്ടി എത്ര? 2. എന്നാൽ ചോദ്യത്തിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നിട്ടുണ്ട് 30:60:90. ഇതന്നെ തിരിച്ചും പറയട്ടോ, ഇത് 3 അല്ലത് 6 ആണ്. 6. അതായത് ഇവിടെ എത്രയാണോ വരുന്നത് അതിന്റെ ഇരട്ടി ആയിരിക്കും 90-ന് ഓപ്പോസിറ്റ് ഉണ്ടാവുക. ഇവിടെ എത്രയാണോ വരുന്നത് അതിനോട് √3 കൊണ്ട് മൾട്ടിപ്ലൈ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പോൾ 10 ആണെങ്കിൽ ഇവിടെ അതിന്റെ പകുതി 5 ആയിരിക്കും. 90-ന് ഓപ്പോസിറ്റ് 10 ആണെങ്കിൽ 30-ന് ഓപ്പോസിറ്റ് 5 ആയിരിക്കും. ഓക്കെ, 60-ന് ഓപ്പോസിറ്റ് 5√3. ഇതാണ് ഐഡിയ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ ചോദ്യം നന്നായിട്ട് നോക്കുക. നമുക്കറിയാം 90-ന് ഓപ്പോസിറ്റ് ആയിട്ട് തന്നത് 6 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 30-ന് ഓപ്പോസിറ്റ് എത്ര ആയിരിക്കും? 30-ന് ഓപ്പോസിറ്റ് അതിന്റെ പകുതി 3 ആയിരിക്കും. 60-ന് ഓപ്പോസിറ്റ് എത്ര ആയിരിക്കും? അതിനോട് √3 ഗുണിക്കുക, 3√3. അപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടി. 30-ന് ഓപ്പോസിറ്റ് എന്നാൽ ഇതാണ്. 30-ന് ഓപ്പോസിറ്റ് 6ന്റെ പകുതി 3 ആണ്. 60-ന് ഓപ്പോസിറ്റ് 3√3 ആണ്. മക്കളെ 2 മാർക്കാണ് നിങ്ങൾക്ക് ഒറ്റയടിക്ക് കിട്ടിയത്. 2 മാർക്ക്. സെറ്റ് അല്ലേ? ഇത്രയോ പണിയുള്ളൂ, പക്ഷെ ഐഡിയ ഉണ്ടാവണം, എന്നാലേ നിങ്ങൾക്ക് ഉത്തരം കിട്ടുള്ളൂ. അടുത്തൊരു ചോദ്യം, ട്രയാങ്കിൾ ABCയുടെ പരപ്പളവ് എത്ര? മക്കളെ ഇതിന്റെ പരപ്പളവ് കിട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അളവുകൾ തന്നിട്ടില്ല. ഈ നീളം അറിയില്ല, ഹാഫ് BH ഉപയോഗിച്ചാൽ മതി. അപ്പൊ ഇതിന്റെ ഉപയോഗം കണ്ടെത്താൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് 45:90. നമുക്കറിയാം ഈ ആംഗിൾ 45 ഡിഗ്രിയാണ്. അപ്പം 45:90 എന്ന് പറയുന്ന ആശയമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ മക്കളെ ശ്രദ്ധിച്ചോളൂ. അതിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:1:√2 ആണ്. 1:1:√2. ഇതിന്റെ 1:√3:2 ആണെങ്കിൽ ഇതിന് 1:1:√2. സോ ഇനിയിപ്പോ ഇവിടെ ഇപ്പൊ 3 ആണെങ്കിൽ ഇവിടെ 3, ഇവിടെ 3√2. ഈ ഒരു ഫോർമാറ്റ്. ഓക്കെ, അപ്പോൾ മക്കളെ ശ്രദ്ധിച്ചോളൂ. ഇവിടെ കൃത്യമായിട്ട് തന്നിട്ടുണ്ട് 45-ന് ഓപ്പോസിറ്റ് 3√3 ആണ് തന്നിട്ടുണ്ട്. 45-ന് ഓപ്പോസിറ്റ് 3√3. 45-ന് ഓപ്പോസിറ്റ് 3√3 ആണെങ്കിൽ ഈ 45-ന് ഓപ്പോസിറ്റും 3√3 ആയിരിക്കും. ഈ 90-ന് ഓപ്പോസിറ്റ് എത്ര ആയിരിക്കും? 3√3 × √2 ആയിരിക്കും. എന്താണ്? 3√3 × √2. നമുക്കറിയാം √3 × √2 ആണ് √6 ആണ്. സോ ആൻസർ ഈസ് 3√6.
അപ്പം ആൻസറായി 45 ഓപ്പോസിറ്റ് എത്രയാണ് 3√3 തന്നെയാണ്. 90 ഓപ്പോസിറ്റ് എത്രയാണ് 3√6 ആണ്. സോ ഈ ഐഡിയ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതിന്റെ പരപ്പളവ് അഥവാ ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ കണ്ടുപിടിക്കാൻ സിമ്പിൾ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു പാദം ഇൻറ്റു ഉയരം. കുറച്ചൊരു ടഫുള്ള ക്വസ്റ്റ്യൻ ആണ്. A+ ലെവൽ അതിനിർണായക ഫുൾ മാർക്ക് ലെവൽ ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇതേ ആശയം 10ാം ക്ലാസ്സിലും വരുന്നുണ്ട് ട്രിഗണോമെട്രിയിൽ. അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ മക്കളെ. അഥവാ പറ്റാതാണെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, സ്കിപ്പ് അടിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇതിന്റെ പരപ്പളവ് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു പാദം അഥവാ ബേസ് എന്ന് പറഞ്ഞാൽ ഇത് കൂട്ടുന്നതാണ് 3 + 3√3. ഇതാണ് ഇതിന്റെ ബേസ് എന്ന് പറഞ്ഞത് 3 + 3√3. ഇതാണ് പാദം ഇൻറ്റു ഉയരം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് തന്നിട്ടുണ്ട് 3√3. ഒന്നും അറിയില്ലെങ്കിൽ ഇത്ര വരെ എഴുതി വെക്കുക, മറച്ചു വെക്കുക. ഇനി അറിയാവുന്ന കുട്ടികൾ എന്ത് ചെയ്യുക, ഇതിന്റെ ആൻസർ നിങ്ങൾക്കൊന്ന് ബ്രാക്കറ്റ് ഇട്ട് പൊട്ടിക്കാം. ഹാഫ് ഇൻറ്റു 3√3 × 3 അതായത് 9√3 പ്ലസ് 3√3 × 3√3. 3 × 3 എന്ന് പറഞ്ഞാൽ എത്ര? 3 × 3 പറഞ്ഞാൽ 9 ആണ്. √3 × √3 പറഞ്ഞാൽ 3 ആണ്. സോ 9 × 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 27 വരും കേട്ടോ. നിർബന്ധമല്ല, പറ്റുന്ന ആൾക്കാർ ചെയ്താൽ മതി, അല്ലാത്ത ആൾക്കാർ ചെയ്യേണ്ട. ഇത്ര ചെയ്താൽ മതി. ഇത്ര എഴുതി വെച്ചിട്ട് കൂട്ടി വെക്കുക. ഇത്ര ഫുൾ മാർക്ക്. ഇതാണ് അതിന്റെ ഏരിയ എന്ന് പറയുന്നത്. ഒരിക്കൽ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. അഥവാ ഈ രീതിയിൽ ചോദ്യം വന്നാൽ നിങ്ങൾ എന്താക്കണം ചെയ്യണം. ഒരു തവണ എക്സാമിന് വന്ന എങ്ങനെ അറിയോ, ഇതേ ചിത്രം തന്നെ എന്ത് തന്നു, ഇവിടെ എത്ര തന്നു, ഇവിടെ 60 തന്നു, ഇവിടെ 45 തന്നു, ഇവിടെ എത്ര തന്നു, ഇവിടെ 60 45 എത്ര 115. അപ്പോൾ എത്രയായിരിക്കും 135 ആയിരിക്കും. സോറി 115 ഇവിടെ 75 ഡിഗ്രി. എന്നിട്ട് ആൻസർ കാണാൻ പറഞ്ഞു. അങ്ങനെ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടേക്ക് ഒരു കുത്തനെ വര വരച്ചു കൊടുക്കുക. അപ്പോൾ ഇത് 90, ഇത് 90, ഇവിടെ എത്രയ്ക്കും 30, ഇവിടെ 40. ഇതേ ചിത്രം തന്നെ വരും കേട്ടോ. അപ്പം അങ്ങനെ ചോദ്യം വന്നാൽ നിങ്ങൾ ഇത്ര ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. കുറച്ചൊരു ടഫുള്ള ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി അടുത്ത ഇതിന്റെ ചുറ്റളവ് അതാ പെരിമീറ്റർ കാണാനാണ്. ഇതിന്റെ ചുറ്റളവ് കാണാൻ എല്ലാ വശങ്ങളും കൂട്ടാം. ഇവിടെ 6 ആണ്, ഇവിടെ 3 ആണ്, ഇവിടെ 3√3 ആണ്, ഇവിടെ 3√3 ആണ്. സോറി, ഇവിടെ 3√6 ആണ്. ഇതെല്ലോടെയും കൂട്ടിയാൽ ചുറ്റളവ് അതാ പെരിമീറ്റർ കിട്ടി 3 + 3√3 + 3√6 + 6. ഒരു കാരണവശാൽ നിങ്ങൾ ബാക്കി കൂട്ടി ചെയ്തത് 3ഉം 6ഉം ആണെങ്കിൽ മാത്രം കൂട്ടി ചെയ്താം. സോ ദ ആൻസർ ഈസ് 9 + 3√3 + 3√6. ഇത്രയാണ് അതിന്റെ ഫുൾ മാർക്ക്. ഇത്ര എഴുതിയാൽ ഫുൾ മാർക്കാണ്. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അത്ര എഴുതിയാൽ മതി. അതാണ് അതിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത്. സോ ചില ആൾക്കൊക്കെ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് അത് ഇടുന്നത്. അത്യാവശ്യമുള്ള ആൾക്കാർ മാത്രം എന്താക്കുക, അതൊന്ന് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നും അല്ല കേട്ടോ. സോ ഇനി എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി ക്വസ്റ്റൻ ആണ്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്. നന്നായിട്ട് ശ്രദ്ധിക്കണേ. ഈ ചോദ്യം ഇമ്പോർട്ടന്റ് ആണ്. In the figure, sides of a rectangle are √8 and √2. ഇത് √8ഉം ആണ്, ഇത് √2ഉം ആണ്. √8ഉം √2. ഓക്കെ, ഒന്നാമത് ചോദ്യം, ഇതിന്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവ് എത്ര? മക്കളെ വളരെ സിമ്പിൾ ആണ്. ഇതിന്റെ ആൻസർ എത്ര വരിക അറിയോ? യെസ് ആൻസർ നമുക്ക് വൈറ്റ് തന്നെ അല്ലേ. നമുക്കറിയാം ഒരു ഇതിന്റെ ചുറ്റളവ് അഥവാ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര? ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × നീളം + വീതിയാ. 2 × ലെങ്ത് + ബ്രെഡ്ത്ത്. 2 × നീളം + വീതി. 2 × നീളം എന്ന് പറഞ്ഞാൽ ചോദ്യത്തിൽ തന്നിട്ടുണ്ട് √8 ആണ്, വീതി പറഞ്ഞാൽ √2 ആണ്. സോ √8 + √2. അറിയാവുന്ന കുട്ടികൾ ഇങ്ങനെ ചെയ്ത് വെക്കുക. പക്ഷെ ഇതിനെ ഇനിയും ചെറുതാക്കാൻ പറ്റും. എങ്ങനെ അറിയോ? √8 എന്ന് പറഞ്ഞാൽ മക്കളെ ശ്രദ്ധിച്ചോളൂ, √8 എന്ന് പറഞ്ഞാൽ √4 × 2 √4 × 2 നമുക്ക് √4 × √2 എന്ന് എഴുതി വെക്കാം. √4 പറഞ്ഞാൽ എത്ര? 2 ആണ്. 2 × √2 ദാറ്റ് ഈസ് 2√2. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ. അപ്പൊ ഇതിന്റെ ഇത് എന്ന് പറഞ്ഞാൽ എത്രയും ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × √8 എന്ന് പറഞ്ഞാൽ എന്താ? 2√2 2√2 + √2. നമുക്കറിയാം 2 ലഡുവിനോട് ഒരു ലഡുവിനെയും കൂട്ടിയാൽ 3 ലഡു കിട്ടും. അപ്പോൾ ലഡു പറഞ്ഞാൽ √2. അപ്പോൾ 2 × 2√2 + 2√2 പറഞ്ഞാൽ 3√2. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 3 എന്ന് പറഞ്ഞാൽ എത്ര? 6 ആണ്. സോ ആൻസർ ഈസ് 6√2. ഓക്കെ, ജസ്റ്റ് ഒന്ന് പഠിച്ചു കേട്ടോ. ഈ സമയത്ത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കൽ നിങ്ങൾ ക്ഷമിക്കുക, നിങ്ങൾക്ക് വേണ്ടിയിട്ട്, അഥവാ നിങ്ങൾക്ക് എവിടെയും മാർക്ക് നഷ്ടപ്പെടരുതെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് കേട്ടോ. ഓക്കെ, രണ്ടാമത് ചോദ്യം, ഫൈൻഡ് ഇറ്റ്സ് ഏരിയ. ഇതിന്റെ പരപ്പളവ് എത്ര? നമുക്കറിയാം ഇതിന്റെ പരപ്പളവ് പറഞ്ഞാൽ നീളം × വീതി. നീളം × വീതി √8 × √2. നമുക്കറിയാം നീളം × വീതി പറഞ്ഞാൽ √8 × 2 ആണ്, അതായത് √16 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അപ്പോൾ അത് സിമ്പിൾ ആക്കി കിട്ടും. അടുത്ത ചോദ്യം, ഇതിന്റെ ഡയഗണൽ അഥവാ വികരണത്തിന്റെ നീളം. മക്കളെ പൈതഗോറസ് സിദ്ധാന്തമാണ് ഡയഗണൽ അഥവാ വികരണത്തിന്റെ നീളം കാണാൻ. ഡയഗണൽ ഇതേ ഉള്ളൂ. നമുക്കറിയാം ഇത് ചോദ്യത്തിൽ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ഇത് √8 ആണ്, ഇത് √2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ നീളം എന്ന് പറഞ്ഞത് കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ABC. പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ഓക്കെ, √8 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 8 ആണ്, √2 സ്ക്വയർ പറഞ്ഞാൽ 2 ആണ്. സോ എത്ര കിട്ടും? 10 കിട്ടും. അപ്പോൾ AC എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? √10 ആയിരിക്കും കേട്ടോ. AC പറഞ്ഞാൽ √10. അതാണ് അതിന്റെ ഡയഗണൽ എന്ന് പറയുന്നത്. AC എന്ന് പറഞ്ഞാൽ ഈ നീളം എത്രയായിരിക്കും? √10.
ഓക്കെ, 4 മാർക്കിന് 5 മാർക്കിന് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ എല്ലാവരും നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ. പറ്റുന്ന ആൾക്കാരൊക്കെ നിങ്ങൾ കൊണ്ടാവുന്ന സ്റ്റെപ്പെങ്കിലും എഴുതി വെക്കുക, അതിനൊക്കെ മാർക്ക് ഉണ്ടാവും. സോ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നിങ്ങളുടെ ദിവസമാണ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഗൈസ്. നമുക്ക് അടിച്ചു പൊളിച്ച് പഠിക്കാം. എക്സാം മുകളിൽ വരുന്നതിന് ശേഷം നിങ്ങൾ ഹാപ്പി ആയിട്ടായിരിക്കും വരിക, അത് ഉറപ്പാണ്. ബൈ.